പുള്ളിംഗ് ഡോൺ സ്ട്രഹൾസ് പീസ് ടു യു. നമുക്കുള്ള മഹാഭാരതം നമ്മുടെ ബലഹീനതകൾ സാധാരണ കണ്ടുപോകാൻ കഴിയാത്തുള്ള പാപൊഴികെ സകലത്തിനും നമുക്ക് തുല്യനെ പരീക്ഷിക്കപ്പെട്ടത്രേ നമുക്കുള്ളത്. നാം ഇനി അടിമത്തിൽ കുടിപ്പെടരുത്. ക്രിസ്തീസിന്റെ കൃപയാൽ നമുക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്തീസിന്റെ കൃപയാൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കൃപയും കരുണയും സമാധാനം ധാരാളമായി ലഭിക്കട്ടെ. എല്ലാവർക്കും സ്വാഗതം. Or achievement that who shall deliver me from the body this death, a very good gift and very perfect it is coming from above the Father of lights. Now there is no more condemnation, those who are in Christ Jesus. The love, the spirit of life in Christ Jesus has set me free from the love of sin and death, exceeding joy, great joy, Lord of peace. Now may the Lord of peace himself give peace always and ever the Lord be with you all. നാമിനെ അടിമത്തിൽ കൂടിയും വരുത് ഫോർ ബുധൻ ഇഹൻ കാൽപറ്റി നമുക്ക് what is not the other confusion but of peace as free peace to പുള്ളിംഗ് ഡൗൺ സ്ട്രഹോൾസ് നാമിനെ അടിമത്തിൽ കൂടി പോരുത് ഫോർ ബുധനിഹങ്ങൾ പറ്റി നമുക്ക് എക്സിഡിങ് ജോയ് ഗ്രേറ്റ് ലോഡ് ഓഫ് പീസ്. തിരുവത്താഴത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിനുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ലോർഡ്സ് ടേബിളിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ട്രിവാൻഡ്രത്ത് ആര്യനാടുള്ള UACC എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചർച്ചിൽ നടന്നതായിട്ടുള്ള, അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ യുണൈറ്റഡ് അപ്പോസ്റ്റലിക് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ ആര്യനാട്, ട്രിവാൻഡ്രത്ത് ആര്യനാട് എന്നുള്ള സ്ഥലത്ത് നടന്നതായിട്ടുള്ളൊരു മീറ്റിംഗാണ്. ഹാപ്പി ന്യൂ ഇയർ 2026 ജനുവരി 1 തീയതി വെരി ഏർലി മോർണിംഗ് നടന്നതായിട്ടുള്ളൊരു മീറ്റിംഗാണ്. എക്സീഡിങ് ഡു നോട്ട് സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി വെർത്ത് ക്രൈസ്റ്റസ് മാറ്റേഴ്സ് ഫ്രീ നാമിനെയും അടിമത്തിൽ കൂടി വരുത് എക്സീഡിങ് ജോയ്. God is not the other confusion but of peace. Or wretched man, who shall deliver me from the body of this death? Now there is no more condemnation. Those who are in Christ Jesus, the love of the spirit of life in Christ Jesus has set me free from the love of sin and death, exceeding joy. Stand fast and liberty with the Christ man is free. നാമിനെ അടിമത്തിൽ കൂടി പോരുത്. അതുകൊണ്ട് ഇപ്പോൾ ക്രൈസ്റ്റ് ജീസസ് ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ജീവൻ്റെ ആത്മാന പ്രമാണം ഇനി പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിലും ക്രിസ്ത്യൻസ് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. God is not the other of confusion but of peace. Do not see at all, do not fear. Stand fast and liberty with the Christ made us free, and be not entangled again the yoke of bondage. Exceeding joy, great joy, Lord of peace. For സഹോദരന്മാരെ സ്വാതന്ത്ര്യത്തിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അശേഷം സത്യം ചെയ്യരുത്. ഡു നോട്ട് സി അറ്റ് ആൾ, ഡു നോട്ട് ഫിയർ. സ്വർഗത്തെ കൊണ്ടായിരുത് ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമിയെ കൊണ്ടായിരുത് ദൈവത്തിൻ്റെ പാദപീഠം, യെരൂശലേമിനെ കൊണ്ടായിരുത് മഹാരാജാവിൻ്റെ നഗരം. നിന്റെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്, ഒരു വെളുപ്പിപ്പാനും കറുപ്പിപ്പാനും നിനക്ക് കഴിയുകയില്ല. ഫോർ ബുധനിഹോൻ കാൾഡർ ലിബർട്ടി നാമിനെ അടിമത്തിൽ കുടിപ്പരുത്. നമുക്ക് ക്രൈസിസിൻ്റെ കൃപയിൽ ആശ്രയിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ലോർഡ്സ് ടേബിളിനോടുള്ള ബന്ധത്തിൽ, പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് അല്ലെങ്കിൽ ലോർഡ് സപ്പറിനോടുള്ള ബന്ധത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മലയാളികൾ തിരുവത്താഴമെന്നും കർത്തൃമേശയെന്നും ലോർഡ്സ് ടേബിൾ എന്നൊക്കെ പറയും, അങ്ങനെയും പറയാറുണ്ട്. നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ ലീങ് ഗോഡ് ഹൂ ഗീസ് റിച്ച്ലി ആൾ തിങ്സ് എൻജോയ് ഫോർ ബുധനിഹൻ കാൽവട്ടി അസ്ഫ്രി പീസ് തിരുവേന ഭാഗങ്ങൾ എക്സീഡിങ് ജോയ് ഗ്രേറ്റ് ലോർഡ് ഓഫ് പീസ്. ഫോർ ബുധനിഹൻ കാൽവട്ടി വേർഡ് ഓഫ് ഗോഡ് നമുക്കൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. മത്തായി സുവിശേഷം 26 ഗോഡ് ഈസ് നോട്ട് ദി അതർ കൺഫ്യൂഷൻ ബട്ട് പീസ് 26 വായിക്കുമ്പോൾ, ആൻഡ് ആസ് ദേ വെയർ ഈറ്റിംഗ് ജീസസ് ടുക്ക് ബ്രെഡ് ആൻഡ് ബ്ലസ്ഡ് ഇറ്റ് ആൻഡ് ബ്രേക്ക് ഇറ്റ് ആൻഡ് ഗേവ് ഇറ്റ് to the disciples and said, take it, this is my body. അവ ഭക്ഷിക്കുമ്പോൾ ജീസസ് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർ കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പിന്, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. ഉസ്നെ ഉസ്സെ കഹാ തോ കഹ് ചുക്കാ जब वे खा रहे थे तो यीशु ने रोटी ली और आशीष मांगकर तोड़ी और चेलों को देकर कहा, लो खाओ, यह मेरी देह है. And he took the cup for Bethanian Calvary, and he took the cup and gave thanks and gave it to them, saying, drink you all of it. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. फिर उसने कटोरा लेकर धन्यवाद किया और उन्हें देकर कहा, तुम सब इसमें से पियो, for this is my blood of the new testament which is shed for many for the remission of sins. ഇത് അനേകർക്ക് വേണ്ടി പാവമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. ക്യോंकि यह बादशाह का मेरा वह लहू है जो बहुतों के लिए पापों की क्षमा के निमित्त बहाया जाता है. ഫോർ ബുധനിഹോൻ കാൾഡർ ലിബർട്ടി. എന്നിട്ട് താഴോട്ട് പറയുന്നു, ബട്ട് ഐ സേ അൺടു യു, ഐ വിൽ നോട്ട് ഡ്രിങ്ക് ഹെൻസ്ഫോർത്ത് ഓഫ് ദിസ് ഫ്രൂട്ട് ഓഫ് ദി വൈൻ അണ്ടിൽ ദാറ്റ് ഡേ വെൻ ഐ ഡ്രിങ്ക് ഇറ്റ് ന്യൂ വിത്ത് യു
വിത്ത് യു ഇൻ മൈ ഫാദേഴ്സ് കിങ്ഡം. എൻ്റെ ഫാദറിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടി പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നെന്ന് പറഞ്ഞു. മേം തുംസെ कहता हूं कि दा का यह रस उस दिन तक कभी न पीऊंगा जब तक तुम्हारे साथ अपने पिता के राज्य में नया न पीऊं. पुल्लिंग डाउन ऑफ. And when they had sung a hymn, they went out into the Mount of Olives. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലുമലയ്ക്ക് പുറപ്പെട്ടു പോയി. फिर वे भजन गाकर जैतून पहाड़ पर गए. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ്. നാം ഇന്നെ അടിമത്തിൽ കുടിപ്പോരുത്. ഇനി നമുക്ക് വായിക്കുമ്പോൾ ഫോർബിഡൻ യു കാൾഡർ ലിബർട്ടി. നാം ഇന്നെ അടിമത്തിൽ കുടിപ്പോരുത്. പുള്ളിംഗ് ഡൗൺ സ്റ്റോൾസ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മർക്കോസിൻ്റെ സുവിശേഷം നമുക്ക് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് മർക്കോസ് 14:22 വായിക്കുമ്പോൾ ആൻഡ് ആസ് ദേ ഡിഡ് ഈറ്റ് ജീസസ് took bread and blessed and break it and gave to them and said take it this is my body. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവിൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. और जब वे खा ही रहे थे तो उसने रोटी ली और आशीष मांगकर तोड़ी और उन्हें दी और कहा लो यह मेरी देह है. And he took the cup and when he had given thanks he gave it to them and they all drank of it. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. फिर उसने कटोरा लेकर धन्यवाद किया और उन्हें दिया और उन सब ने उसमें से पिया. For brethren you have been called unto liberty. For brethren you have called unto liberty. And he said unto them, this is my blood of the New Testament which is shed for many. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിലുള്ള എൻ്റെ രക്തം. और उसने उनसे कहा यह बादशाह का मेरा यह लहू है जो बहुतों के लिए बहाया जाता है. Verily I say unto you, I will drink no more of the fruit of the vine until that day that I drink it new in the kingdom of God. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന നാൾ വരെ ഞാനത് ഇനി അനുഭവിക്കുകയില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു. പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ്. നാം എന്നെ അടിമത്തിൽ കൂടി പോരുത്. സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി വെർത്ത് ക്രൈസ്റ്റസ് മെൻഡസ്ഫ്രീ ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ ദി യോക്കമുണ്ട്. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന നാൾ വരെ ഞാനത് ഇനി അനുഭവിക്കില്ലെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു. ഡു നോട്ട് സിയർ ഡു നോട്ട് ഫിയർ. Stand fast in liberty where the crisis ministry and be not entangled again the command for brethren even called liberty. मैं तुमसे सच कहता हूँ कि दाख का रस उस दिन तक फिर कभी न पीऊँगा जब तक परमेश्वर के राज्य में नया न पीऊँ. And for brethren even called liberty. Stand fast in liberty where the crisis ministry and be not entangled again the command pulling down a stalls. Lean God is richly all things enjoy. Do not see at all, do not fear. And when they had sung a hymn, they went out into the Mount of Olives. അതായത് and when they had sung a hymn, they went out into the Mount of Olives. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി. फिर वे भजन गाकर बाहर जैतून के पहाड़ पर गए. ഇനി ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ എന്താണ്? പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ്. നാം പിന്നെ അടിമത്തിൽ കൂടി പോരുത്. ഫോർ ബദൻ യു കാൾഡർ ലിബർട്ടി. പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ്. ഫോർ ബദൻ യു കാൾഡർ ലിബർട്ടി. നാം പിന്നെ അടിമത്തിൽ കൂടി പോരുത്. Now the feast of the unleavened bread drew nigh, which is called the Passover. ലൂക്കോസ് 22 വായിക്കുമ്പോൾ അതിൻ്റെ ഒന്നോട്ട് വായിക്കാം. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അടുത്തു. അഖമീരി റോട്ടി കാ പർവ് ജോ പെസഹ कहलाता है निकट था. And the chief priests and the scribes sought how they might kill him, for they feared the people. അപ്പം മഹോപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഒടുക്കുവാൻ उपाय अन्वेषु. और महायाजक और शास्त्री इस बात की खोज में थे कि उसको क्यों कर मार डालें. पर वे लोगों के
से डरते थे, पुलिंग डाउन स्ट्रॉन्गहोल्ड्स, पर वे लोगों से डरते थे. They pulling down strongholds. Then entered Satan into Judas, surnamed Iscariot, being of the number of the 12. എന്നാൽ പന്തിരുവരുടെ കൂട്ടത്തിലുള്ള ഇസ്കാരിയോത്ത് യൂദയിൽ സാത്താൻ കടന്നു. और सैतान यहूदा में समाया जो इस्करियोती कहलाता और 12 सेलों में गिना जाता था. And he went his way and communed with the chief priests and captains how he might betray him unto them. അവൻ ചെന്ന മഹാവിരോധന്മാരോടും പടനായകന്മാരോടും അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. उसने जाकर महायाजकों और पहरुओं के सरदारों के साथ बातचीत की कि उसको किस प्रकार उनके हाथ पकड़वाए. And they were glad and covenanted to give him money. അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞൊത്തു. और आनंदित हुए और उसे रुपये देने का वचन दिया. For brethren he Calvary, and he promised and sought opportunity to betray him unto them in the absence of the multitude. അവൻ വാക്ക് കൊടുത്തു, പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുപ്പാൻ തക്കം അന്വേഷിച്ചു പോന്നു. ഉസ്നെ നാം ഇന്നെ അടിമത്തിൽ കുടിപ്പോരുത്. പുള്ളിംഗ് ഡൗൺ സ്ട്രോൺഹോൾഡ്സ്. असरी फॉर बदनी बेटा असरी ऋषि उसने मान लिया और अवसर टूटने लगा कि बिना उपद्रव के उसे उनके हाथ पकड़वा दे. Then came the day of unleavened bread when the Passover must be killed. പെസഹ കുഞ്ഞാടിനെ അറക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായപ്പോൾ തബ ആത്മീയ റോട്ടി കെ പർവ് കാ ദിൻ ആയ जिसमें फसह का मेमना बलि करना आवश्यक था. एंड ही सेंट पीटर पुलिंग डाउन स्ट्रॉन्गहोल्ड्स. नाम ने अडिमത്തിൽ കുടിപ്പെടുന്നു. तब आत्मीय रोटी के पर्व का दिन आया जिसमें फसह का मेमना बलि करना आवश्यक था. एंड ही सेंट Peter and John saying, go and prepare us the Passover that we may eat. അവൻ പത്രോസിനെ യോഹന്നാനെ അയച്ചു, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുമെന്ന് പറഞ്ഞു. और यीशु ने पत्रोस और योहन्ना को यह कहकर भेजा कि जाकर हमारे खाने के लिए पेसह तैयार करो. And they said unto him, where will thou that we prepare? ഞങ്ങൾ എവിടെ ഒരുക്കണം എന്നവർ ചോദിച്ചതിന് उन्होंने उससे पूछा, तू कहाँ चाहता है कि हम तैयार करें? And he said unto them, behold, when you are entered into the city, there shall a man meet you, bearing a pitcher of water. Follow him into the house where he entereth in. നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന വീട്ടുടയവനോട് उसने उनसे कहा, देखो नगर में प्रवेश करते ही एक मनुष्य जल का खड़ा उड़ाए हुए तुम्हें मिलेगा. जिस घर में वह जाए तुम उसके पीछे चले जाना. And you shall say unto the good man of the house, the master saith unto thee, where is the guest chamber where I shall eat the Passover with my disciples? ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നെന്ന് പറവിൻ. और उस घर के स्वामी से कहो कि गुरु तुझसे कहता है कि वह पाहुनशाला कहाँ है जिससे मैं अपने चेलों के साथ पेसह खाऊं. Stand fast, pulling down stones. Stand fast, so liberty over the crisis, and be not entangled against your command. Exceeding your great Lord, do not see at all fear, Lord of peace. और उस घर के स्वामी से कहा और उस घर के स्वामी से कहो कि गुरु तुझसे कहता है कि वह पाहुनशाला कहाँ है जिसमें मैं अपने चेलों के साथ पेसह खाऊं. And he shall Lingod is richly acting in jasper piece too. And he shall see you a large upper room furnished, there make ready.
അവൻ വിരിച്ചൊരുക്കിയൊരു വൻമാലിക കാണിച്ചു തരും, അവിടെ ഒരുക്കുമെന്ന് അവരോട് പറഞ്ഞു. വഹ തുമ്മയും ഏക്ക് സജി സജായി ബഡി ഠാരി ദിഖാദേഗ വഹാം തയ്യാറി കർണ. And they went and found as he had said unto them, and they made ready the Passover. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. ഉൻഹോനെ जाकर जैसा उसने उससे कहा था वैसा ही पाया और पशु तैयार किया. And when the hour was come, he sat down and the 12 apostles with him. സമയമായപ്പോൾ അവൻ അപ്പോസ്റ്റലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. जब खड़ी पहुंची तो वह प्रेरितों के साथ भोजन करने बैठा. And he said unto them, with desire I have decided to eat this Passover with you before I suffer. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കുമ്പോൾ ഈ പെസഹ നിങ്ങളോടുകൂടി കഴിപ്പാൻ വാഞ്ചയോട് ആഗ്രഹിച്ചു. और उसने उससे कहा, मुझे बड़ी लालसा थी कि दुख भोगने से पहले यह फसह तुम्हारे साथ खाऊं. For I say unto you, I will not anymore eat thereof until it be fulfilled in the kingdom of God. അത് ദൈവരാജ്യത്തിൽ നിവർത്തിയാകുവോളം ഞാനിനി അത് കഴിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. क्योंकि मैं तुमसे कहता हूँ कि जब तक वह परमेश्वर के राज्य में पूरा न हो तब तक मैं उसे कभी न खाऊंगा. पुलिंग डाउन ऑफ Asri peace to you. And he took the cup and gave thanks and said, take this and divide it among yourself. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. तब उसने कटोरा लेकर धन्यवाद किया और कहा, इसको लो और आपस में बांट लो. For I say unto you, I will not drink of the fruit of the vine until the kingdom of God shall come. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. क्योंकि मैं तुमसे कहता हूँ कि जब तक परमेश्वर का राज्य न आए तब तक मैं दाखरस उससे कभी न पीऊंगा. Stand fast for liberty of the Christ man as free and be not entangled against the yoke of bondage. Do not fear, do not fear, as free peace to you. And he took bread and gave thanks and brake it and gave unto them, saying, this is my body which is given for you. This do in remembrance of me. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. फिर उसने रोटी ली और धन्यवाद करके तोड़ी और उनको यह कहते हुए दी कि यह मेरी देह है जो तुम्हारे लिए दी जाती है. मेरे स्मरणा के लिए यही किया करो. एक्सीड एंजॉय. Asri peace to you. പുള്ളിങ് നാം എന്നെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. Likewise also the cup after supper, saying, this cup is the New Testament in my blood which is shed for you. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം കൊടുത്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. इसी रीति से उसने बियारी के बाद कटोरा भी यह कहते हुए दिया कि यह कटोरे मेरे उस लोहू में जो तुम्हारे लिए बहाया जाता है नई बाचा है. बट behold the hand of him that betrayed me is with me on the table. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്ന എൻ്റെ കൈ എൻ്റെ അരികെ മേശപ്പുറത്തുണ്ട്. पर देखो मेरे पकड़वाने वाले का हाथ मेरे साथ मेज पर है. Pulling down stones. Stand fast in liberty where the crisis man is free and be not entangled again the account exceeding joy. Do not see at all, do not fear, as free peace, Lord of peace. നാം എന്നെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. And truly the Son of Man goeth as it was determined, but woe unto that man by whom he is betrayed. നിർണയിച്ചിരിക്കുന്ന പോലെ മനുഷ്യപുത്രൻ പോകുന്ന സത്യം, എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞു. क्योंकि मनुष्य का पुत्र तो जैसा उसके लिए ठहराया गया जाता ही है, पर हाथ पुलिंग दोनों स्टॉल्स नाम ने अडिमത്തിൽ കുടുങ്ങിപ്പോരുത്. पर हाय उस मनुष्य पर जिसके द्वारा वह पकड़वाया जाता है. And they began to inquire among themselves which of them
It was that should do this thing. It was that should do this thing. ഇത് പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോൾസ് നാമിന്റെ അടിമത്തിൽ കൂടി വിരുദ്ധ ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും എന്നവർ തമ്മിൽ ചോദിച്ചു തുടങ്ങി. തബ് വേ വാപ്പസ് മേം പാച്ച് करने लगे कि हम में से कौन है जो यह काम करेगा. And there was also a little strife among them. Each of them should be accounted the greatest. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനെ എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനെ എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. उसमें यह वाद विवाद भी हुआ कि हम में से कौन बड़ा समझा जाता है. And he said unto them, the kings of the Gentiles exercise lordship over them, and they that exercise authority upon them are called benefactors. അവനെ അവരോട് പറഞ്ഞു, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവർ ഉപകാരികളെന്ന് പറയുന്നു. उसने उससे कहा, अन्य जातियों के राजा उन पर प्रभुता करता है और जो उन पर अधिकार रहते हैं वे उपकारक कहलाते हैं. But you shall not be so, but he that is greatest among you, let him be as the younger, and he that is chief as he that does serve. നിങ്ങളോ അങ്ങനെയല്ല, നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നതിനെ പോലെയും ആകട്ടെ. परंतु तुम ऐसे न होना, वरन जो तुम में बड़ा है वो छोटे की नाई, और जो प्रधान है वह सेवक की नाई बने. For whether is greater, he that sitteth at meat or he that serveth? Is not he that sitteth at meat, but I am among you as he that serveth. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. क्योंकि बड़ा कौन है? वह जो भोजन पर बैठा या वह जो सेवा करता है? क्या वह नहीं जो भोजन पर बैठा है? पर मैं तुम्हारे बीच में सेवा की नई हूँ. You are they which are continued with me in my temptations. നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടി നിലനിന്നവർ. परंतु तुम वह हो जो मेरी परीक्षाओं में लगातार मेरे साथ रहे. And I appoint you unto you a kingdom as my father hath appointed unto me. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചിരിക്കുന്നത് പോലെ നിയമിച്ചു. പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോൾസ് ഫോർ ബദനിഹാൻ കാൽമുട്ടി. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. और जैसे मेरे पिता ने मेरे लिए एक राज्य ठहराया है, that you may eat and drink at my table in my kingdom and sit on thrones judging the 12 tribes of Israel. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശങ്ങൾ തിന്നു കുടിക്കുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. बैसे ही मैं भी तुम्हारे लिए ठहराता हूँ, ताकि तुम मेरे राज्य में मेरी मेज पर खाओ पियो. वरन सिंहासनों पर बैठकर इसराइल के 12 गोत्रों का न्याय करो. For Bethlehem counter liberty, pulling down strongholds. And the Lord said, Simon, Simon, behold, Satan hath desired to have you, that he may sift you as wheat. सिमोन सिमोने सातान निंगले कोदम बोले पाटेंड ने कल्पना जोइचु. सिमोन हे सिमोन, देख सैतान ने तुम लोगों को मांग लिया है कि गेहूं की नई फड़के. But I have prayed for thee that thy faith fail not, and when thou art converted strengthen thy brethren. ഞാനോ നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിക്കാൻ നിനക്കൊണ്ട് അപേക്ഷിച്ചു, എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. परंतु मैंने तेरे लिए विनती की कि तेरा विश्वास जाता न रहे, और जब तू फिरे तो अपने भाइयों को सिर करना. സ്ഥിർ കർണ പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ്. ഇനി നമുക്ക് എബ്രായർക്കെഴുതിയ ലേഖനം വായിക്കുമ്പോൾ അവിടെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ നമ്മളെന്താണ് ഒരു 14 വായിക്കുമ്പോൾ
ഫോർ ബൈ വൺ ഓഫറിംഗ് ഹി ഹാത്ത് പെർഫെക്റ്റഡ് ഫോർ എവർ ദം ദാറ്റ് ആർ സാങ്ക്ടിഫൈഡ്. ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ക്യോंकि उसने एक ही चढ़ावे के द्वारा उन्हें जो पवित्र किए जाते हैं सर्वदा के लिए सिद्ध कर दिया है. പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ് സ്റ്റാൻഡ്ഫാസ്റ്റ് ലിബർട്ടി വേർ ദ ക്രൈസിസ് മിനിസ്ട്രി നാമിനെ അടിമത്തിൽ കുടിപ്പരുത്. whereof the Holy Ghost also is a witness to us, for after that he had said before. Stand fast and liberty where the crisis made us free. നാമിനെ അടിമത്തിൽ കുടിപ്പരുത്. and be not ending like in the account. Whereof the Holy Ghost also is a witness to us, for after that he had said before. അത് പവിത്രാത്മാവ് നമുക്ക് സാക്ഷികരിക്കുന്നു. और പവിത്രാത്മാ भी हमें यही गवाही देता है, क्योंकि उसने पहला कहा था, This is the covenant that I will make with them after those days, saith the Lord. I will put my laws into their hearts and in their minds will I write them. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് ലോർഡ് ആശ്രയിപ്പിച്ചു. കർത്താവിൻ്റെ അരുളപ്പാടെന്ന് അരുളി ചെയ്ത ശേഷം कि प्रभु कहता है कि जो बाचा में आश्रइबिसु मैं उन दिनों के बाद उनसे बांधूंगा, वह यह है कि मैं अपनी व्यवस्थाओं के फोरबिडन काल बटी व्यवस्थाओं को उनके हृदय पर लिखूंगा और मैं उनके വിവേക് में डालूगा. പുള്ളിംഗ് ഡൗൺ ഓഫ് ആൻഡ് ദർ സിൻസ് ആൻഡ് ഇനിക്വിറ്റീസ് വിൽ ഐ റിമെമ്പർ നോ മോർ. അവരുടെ പാപങ്ങളെ അകൃത്യങ്ങളെയും ഞാൻ ഈ ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. ഫിർ वह यह कहता है कि मैं उनके पापों को और उनके धर्म के कामों को फिर कभी स्मरण न करूँगा. Now where remission of these is, there is no more offering for sin. Now where remission of these is, there is no more offering for sin. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം ആവശ്യമില്ല. और जब इनकी क्षमा हो गई है तो फिर पाप का बलिदान नहीं रहा. Having therefore brethren boldness to enter into holies by the blood of Jesus. അതുകൊണ്ട് സഹോദരന്മാരെ ജീസസ് തന്റെ ദൈവം തിരുസിൽ കൂടി നമുക്ക് പ്രവേശിച്ച് ജീവനുള്ള പുതുവഴിയായി. സോ ഹേ ഭായിയോൻ जबकि हमें यीशु पुलिंग डाउन स्टोन्स यीशु के लोहू के द्वारा उस नए और जीवदय मार्ग से पवित्र स्थान में प्रवेश करने का हिया हो गया है. By a new and living way which he hath consecrated for us through the veil, that is to say his flesh. തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് जो उसने पर्दे अर्थात अपने शरीर में से होकर हमारे लिए अभिषेक किया है. and having an high priest over the house of God. ധൈര്യവും ആശ്രയിപ്പിച്ചു. ധൈര്യം ദൈവാലയത്തിന്മേലൊരു മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട്. और इसलिए कि हमारा ऐसा महान याजक है जो परमेश्वर के घर का अधिकारी है. Let us draw near with a true heart in full assurance of faith, having our hearts sprinkled from an evil conscience and our bodies washed with pure water. നാം ദുർമനസാക്ഷി നിങ്ങൾ ഹൃദയങ്ങൾ തളിക്കപ്പെട്ടൊരു ശുദ്ധവെള്ളത്താൽ ശരീരം അശോട്ടരുമായി ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരും വിശ്വാസത്തിന്റെ പൂർണ്ണ വിശ്വയുടെ പരമാർത്ഥത്തോടെ അടുത്തെല്ലുക. तो जाओ हम सच्चे मन और पूरे विश्वास के साथ और विवेक को दोष दूर करने के लिए हृदय पर छिड़काव लेकर और देह को शुद्ध जल से ചുലവാക്കാർ പരമേശ്വർക്ക് സമീപ് ജായി. ലെറ്റ് us hold fast the profession of our faith without wavering, for he is faithful that promised. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനല്ലോ. और अपनी आशा के अंगीकार को दृढ़ता से थामे रहे, क्योंकि जिसने प्रतिज्ञा किया है वह सच्चा है. पुलिंग डाउन स्ट्रॉन्गहोल्ड्स. और अपनी आशा के अंगीकार को दृढ़ता से थामे रहे, क्योंकि जिसने प्रतिज्ञा किया है वह सच्चा है. पुलिंग डाउन ऑफ. And let us consider one another to provoke unto love and to good works. ചിലർ ചെയ്യുന്ന പോലെ നമ്മുടെ സഹായങ്ങളെ ഉപേക്ഷിക്കുക, തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട്. और प्रेम और भले कामों में अक्साने के लिए एक दूसरे की चिंता किया करे. Not forsaking the assembling of ourselves together as the manner of some is, but exhorting one another, and so much the more as you see the day approaching. സ്നേഹത്തിൻ്റെയും പുള്ളി എക്സിഡിങ് ജോയ് ഗ്രേറ്റ് ലോഡ് ഓഫ് പീസ് ആസ് ഫ്രീ. നാമിനെ അടിമത്തിൽ കൂടിപ്പരുത്. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. പുള്ളിംഗ് ഡൗൺ സ്റ്റോൺസ്. നാമിനെ അടിമത്തിൽ കൂടി വരുന്ന നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. और एक दूसरे के साथ इकट्ठा होने ने छोड़े, जैसे कि कितनों की रीति है, पर एक दूसरे को समझाते रहे. और
ज्यों उस दिन को निकट आते देखो त्यों त्यों और भी अधिक यह किया करो. പുള്ളിങ് ഡൗൺ സ്റ്റോൺസ്. നമുക്കൊരു കാര്യം ചിന്തിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ ബദനി ഓൺ കാണ്ടർ ലിബർട്ടി. എന്താണ് ബൈബിൾ നമ്മൾ വായിക്കുന്നത്, ജീസസ് എന്താണ് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് എന്താണെന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് പുള്ളിങ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്. എന്താണ് പുള്ളിങ് ഡൗൺ സ്റ്റോൺസ് ഫോർ ബദനി ഓൺ കാൽബട്ടി 14 അധ്യായത്തിൽ. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്, യു ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ആൾസോ ഇൻ മീ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. തുമ്ഹാര മൻ വ്യാകുൽ ന ഹോ, तुम परमेश्वर पर विश्वास रखते हो, मुझ पर भी विश्वास रखो. In my father's house are many mansions. If it were not so, I would have told you. I go to prepare a place for you. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. മേരെ പിതാ के घर में बहुत से रहने के स्थान है. यदि न होते तो मैं तुमसे कह देता, क्योंकि मैं तुम्हारे लिए जगह तैयार पुलिंग डाउन स्टोन्स जगह तैयार करने जाता हूँ. And if I go and prepare a place for you, I will come again and receive you unto myself, that where I am, there you may be also. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. और यदि मैं जाकर तुम्हारे लिए जगह तैयार करूँ, तो फिर जाकर तुम्हें अपने यहाँ ले जाऊँगा, कि यहाँ जहाँ पुलिंग डाउन स्टोन्स नामने अडिमത്തിൽ കൂടി വരുന്നത്, कि जहाँ मैं रहूँ वहाँ तुम भी रहो. And whither I go you know, and the way you know. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. और जहाँ मैं जाता हूँ तुम वहाँ का मार्ग जानते हो. Thomas said unto him, Lord, we know not whither thou goest, and how can we know the way? തോമസ് അവനോട്, ലോർഡ്, അങ്ങ് എവിടെ പോകുന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. ജീസസ് അവനോട്, തോമാ ने उससे कहा, हे प्रभु, हम नहीं जानते कि तू हम जाता है तो मार्ग कैसे जाने. Jesus said unto him, I am the way, the truth and the life. No one cometh unto the Father but by me. ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും ഫാദറിന്റെ അടുക്കൽ എത്തുന്നില്ല. यीशु ने उससे कहा, मार्ग और सच्चाई और जीवन मैं ही हूँ, बिना मेरे द्वारा कोई पिता के पास नहीं पहुंच सकता. If you had known me, you should have known my Father also, and from henceforth you know him and have seen him. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. यदि तुमने मुझे जाना होता तो मेरे पिता को भी जानते, और अब से जानते हो, और उसे देखा भी है. Philip said unto him, Lord, show us the Father, and it suffice. Pulling down of Limbo Richly Alting enjoy as free peace to suffice as Philippos അവനോട്, ലോർഡ്, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ने उससे कहा, हे प्रभु, पिता को हमें दिखा दे, यही हमारे लिए बहुत है. Jesus said unto him, have I been so long time with you, and yet hast thou not known me, Philip? He that hath seen me hath seen the Father, and how saith thou then, show us the Father? ജീസസ് അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസ്? എന്നെ കണ്ടവൻ ഫാദറിനെ കണ്ടിരിക്കുന്നു, പിന്നെ ഫാദറിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? यीशु ने उससे कहा, हे फिलिपोस, मैं इतने दिन से तुम्हारे साथ हूँ, और क्या तू मुझे नहीं जानता? जिसने मुझे देखा है उसने पिता को देखा है. तो क्यों कहता है कि पिता को हमें दिखा? Believest thou not that I am in the Father, and the Father in me? The words that I speak unto you, I speak not of myself, but the Father that dwelleth in me, he doeth the works. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്ന, ഫാദർ എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. क्या तू प्रतीति नहीं करता कि मैं पिता में हूँ और पिता मुझ में है? ये बातें जो मैं तुमसे कहता हूँ अपनी ओर से नहीं कहता, परंतु पिता मुझसे रहकर अपने काम करता है.
believe me that I am in the Father and the Father in me, or else believe me for the very work's sakes. ഞാൻ പിതാവിലും ഫാദർ എന്നിലും വന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവർത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. മേരി ഹി പ്രതീതി കരോക്കി മേം പിതാ മേം ഹോം, ഓർ पिता मुझ में है नहीं तो कामम ही के कारण मेरी പ്രതീതി കരോ. പുള്ളിങ് ഡൗൺ സ്റ്റോൾസ്. ഇനി നമുക്ക് ഫോർ ബദനി ഹോൺ കാർഡറുള്ള പെട്ടി എന്താണ് ചെയ്യേണ്ടത്? പുള്ളിങ് ഡൗൺ സ്റ്റോൾസ് നമുക്ക് ഇപ്രകാരം, അതായത് പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അതായത് എന്താണ്, ഗ്രീറ്റ് യു വൺ അനദർ വിത്ത് എ കിസ് ഓഫ്, അതായത് 1 പത്രോസ് 5 പറഞ്ഞാൽ ഗ്രീറ്റ് യു വൺ അനദർ വിത്ത് എ കിസ് ഓഫ് ചാരിറ്റി, പീസ് ബി വിത്ത് യു ആൾ ദാറ്റ് ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ആമേൻ. പുള്ളിങ് ഡൗൺ ഓഫ് സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി വർത്ത് ക്രൈസ്റ്റ് മെൻഡസ് ഫ്രീ ആൻഡ് ബി നോട്ട് എന്നെങ്കിലേക്ക് ജോക്കൊണ്ട് സ്നേഹചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. प्रेम से चुंबन लेकर एक दूसरे को नमस्कार करो. तुम सबको जो मसीह में हो शांति मिलती रहे. Greet you one another with a kiss of charity. Peace be with you all that are in Christ Jesus. Stand fast and liberty with Christ made us free. മാമിനെ അടിമത്തിൽ കൂടി പെരുത് ആൻഡ് ബി നോട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ട്. ആമേൻ. പുള്ളിങ് ഡൗൺ ഓഫ് നോ ദൈവം കൺഫ്യൂഷൻ്റെ ദൈവമല്ല പൊട്ട പീസ്. Or a children at who shall deliver me from the body of this death. Now there is no more condemnation. Those are in Christ Jesus. The love of the spirit of life in Christ Jesus has set me free from the love of sin and exceeding joy. And be not entangled again the